ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകളുടെ പങ്ക് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറുപ്പക്കാർക്ക് സംസ്ഥാനത്ത് തന്നെ മികച്ച തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുമെന്ന് മന്ത്രി പി രാജീവ്. നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. സംഭവത്തിൽ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനത്ത് 52 ദിവസം ട്രോളിംഗ് നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസ് കിരീടം ഇറ്റലിയുടെ സാറ ജാസ്മിൻ സഖ്യത്തിന്. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ വഹിച്ച പരിവർത്തനാത്മക പങ്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. കേരളത്തിലെ NDA സർക്കാർ 11 വർഷം അധികാരത്തിൽ തികയുമ്പോൾ ശാസ്ത്രം, വിദ്യാഭ്യാസം, കായികം, സ്റ്റാർട്ടപ്പുകൾ, സായുധ സേനകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മികവ് പുലർത്തി. സ്വച്ഛ് ഭാരത് അഭിയാൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ പദ്ധതികൾ ഉണ്ടാക്കിയ സ്വാധീനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം എന്നിവിടങ്ങളിലേക്ക് 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പുറപ്പെടും. ഫ്രാൻസ് സന്ദർശന വേളയിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അതേസമയം യൂറോപ്യൻ യൂണിയൻ സന്ദർശന വേളയിൽ ഡോക്ടർ ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധിയും വൈസ് പ്രസിഡന്റുമായ കാജ കല്ലാസുമായി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ബെൽജിയം എന്നിവയുമായുള്ള ഇന്ത്യയുടെ സൌഹൃദ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉറ്റവരും അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വഴിക്കടവിലെ വീട്ടിലെത്തിച്ചത്. അതേസമയം സംഭവത്തിൽ മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനീഷിനെ അറസ്റ്റ് ചെയ്തു. പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണി വച്ചതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേസ് അന്വേഷണ ചുമതല. കേസിലെ ഗൂഢാലോചന ആരോപണം ഉൾപ്പെടെ അന്വേഷിക്കും. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം തികച്ചും ദാരുണമാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകണമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വിഷയത്തിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വന്യജീവി ആക്രമണം തടയുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങളൊന്നും കഴിഞ്ഞ 3-4 വർഷമായി നടപ്പാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അനുവദിച്ച പണം പോലും ചെലവഴിക്കാതെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന പ്രസ്താവന വനം മന്ത്രി തിരുത്തണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. വനം മന്ത്രി ഉറക്കം നടിക്കുകയാണെന്നും വൈദ്യുത വേലി കെട്ടാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. LDFനെ കടന്നാക്രമിക്കാൻ ദാരുണ സംഭവങ്ങൾ UDF രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വന്യജീവി പ്രശ്നങ്ങൾ നേരിടാൻ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ സഹായകരവും പര്യാപ്തവുമാണ്. എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാൻ ഇടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അറിയിച്ചു. പന്നികളെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ചാണ് നാളെ മാർച്ച് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രമുഖ എഞ്ചിനീയറിംഗ് കമ്പനിയായ HCL ടെക്കിന്റെ 2ാമത്തെ യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച മാസങ്ങൾക്കുള്ളിലാണ് പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിൽ കേരളത്തിലേക്ക് കമ്പനികൾ കടന്നുവരുന്ന കാലം കൂടിയാണിത്. ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ മികച്ച തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് കമ്പനിയായ HCL കൊച്ചിയിൽ അവരുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. മാസങ്ങൾക്കുള്ളിൽ അവരുടെ 2ാമത്തെ ക്യാമ്പസ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. 60 ലക്ഷം വരെ വർഷം ശമ്പളം കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ സ്ഥാപനം മാസങ്ങൾക്കുള്ളിൽ ഒരു സംസ്ഥാനത്ത് 2 ക്യാമ്പസ് തുടങ്ങുകയാണ്. കേരളം അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് FDIയിൽ ഒരു വർഷം 100% ഗ്രോത്ത് റേറ്റ് ഉണ്ടായി.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കും. ചെലവ് നിരീക്ഷകനായ അങ്കിത് ആനന്ദ് സ്ഥാനാർത്ഥികളുടെ ഓരോ ദിവസത്തെയും കണക്ക് സംബന്ധിച്ച് ഈ മാസം 10, 13, 17 തീയതികളിൽ പരിശോധന നടത്തും. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി 12 മണിവരെ 52 ദിവസമാണ് നിരോധനം. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഭാരത് മാതാ സങ്കല്പം വിവാദമാക്കരുതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയമോ ഏതായാലും രാഷ്ട്രസങ്കല്പത്തെ അതിനു മുകളിൽ കാണാനാകണമെന്നും ഗവർണർ പറഞ്ഞു. മൻ കി ബാത്ത് ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന മേര യുവഭാരതിന്റെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷന്റെയും ശ്രമങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. മൻ കി ബാത്ത് അധിഷ്ഠിത ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് നെടുമങ്ങാട്ട് ഗവർണർ പുരസ്കാരം വിതരണം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണിക്ക് ഇന്ന് 90-ാം പിറന്നാൾ. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിനെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. രാജ്യത്തിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഈ ദിനം ഓർമ്മിക്കപ്പെടുന്നു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ന് 23 ഭാഷകളിലായി 591 സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ചരക്ക് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 13, കൊല്ലത്ത് 49, ആലപ്പുഴയിൽ 2 എന്നിങ്ങനെ ആകെ 64 കണ്ടെയ്നറുകൾ ഇതുവരെ കണ്ടെത്തി. നിലവിലെ കണക്കുകൾ പ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് 7 കണ്ടെയ്നറുകൾ KMB പോർട്ടിലേക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 42 കണ്ടെയ്നറുകളും ആലപ്പുഴയിൽ നിന്നുള്ള 2 കണ്ടെയ്നറുകളും കൊല്ലം പോർട്ടിലേക്കും മാറ്റിയിട്ടുണ്ട്. വിഴിഞ്ഞം, കോവളം ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ 21 ബാരലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇടുക്കി മയിലാടുംപാറയിലെ ഏലത്തോട്ടത്തിൽ കുഴിയിൽ വീണ കടുവയെ വനപാലകർ മയക്കുവെടിവെച്ച് പിടികൂടി. കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി. പരിശോധനകൾക്ക് ശേഷം തുറന്നുവിടും. നായയെ വേട്ടയാടുന്നതിനിടയിലാണ് കടുവ കുഴിയിൽ വീണതെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. രാത്രി നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് 1 മാസക്കാലത്തോളം നീളുന്ന വൈശാഖോത്സവത്തിന് തിരിതെളിയുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്ന് രാത്രി അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂവിൽ നെയ്യഭിഷേകം ചെയ്യുന്നതോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള വാൾ വൈകിട്ടോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. രാത്രിയോടെ സ്ഥാനികർ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിച്ച് മണ്ഡാലങ്ങളിൽ ചോതിവിളക്ക് തെളിയിക്കും. ബ്രാഹ്മണർ മണിത്തറയിൽ പ്രവേശിച്ച് അഷ്ടബന്ധം നീക്കി രാശി വിളിച്ച ശേഷമാണ് നെയ്യാട്ടം നടക്കുക. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം. ജൂലൈ 4 തൃക്കലശാട്ടോടെ വൈശാഖോത്സവത്തിന് സമാപനമാവും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസ് ഫൈനൽ മത്സരത്തിൽ ഇറ്റലിയുടെ സാറ എറാനി, ജാസ്മിൻ പൊവലിനി സഖ്യത്തിന് കിരീടം. കസാക്ക് സെർബിയ ജോഡിയായ അന്ന ഡാനിലിന, അലക്സാണ്ട്ര ക്രൂണിച്ചിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗിൽ വീണ്ടും പ്രതിസന്ധി. ഡ്രഡ്ജർ ഓപ്പറേറ്റർക്കെതിരെ പരാതിയുമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രംഗത്തെത്തി. ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാൻ ഓപ്പറേറ്ററും നടത്തിപ്പുകാരനും വിമുഖത കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കഠിനംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. മഴ മാറിയിട്ടും ഓപ്പറേറ്റർമാർ സഹകരിക്കുന്നില്ലെന്ന് പരാതിയിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകളുടെ പങ്ക് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെറുപ്പക്കാർക്ക് സംസ്ഥാനത്ത് തന്നെ മികച്ച തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുമെന്ന് മന്ത്രി P. രാജീവ്. നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. സംഭവത്തിൽ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസ് കിരീടം ഇറ്റലിയുടെ സാറ ജാസ്മിൻ സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.